കുറേ നാളുകൊണ്ട് പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. എന്നും വിചാരിക്കും വേണ്ട വേണ്ടാന്ന്, പക്ഷേ പറയാതിരിക്കാൻ വയ്യ. നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഗോകുലം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവരണം, അത് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്രയും സ്പീഡ് എടുത്ത് വരുന്നത്. സി റോഡിൽ നിന്ന് കയറുന്ന എൻട്രൻസ് മുതൽ നമ്മുടെ ഗോകുലം മെഡിക്കൽ കോളേജ് വരെയുള്ള എൻട്രൻസ്, ഇതിനിടയിലുള്ള റോഡിലൂടെ സഞ്ചരിക്കാനേ പറ്റത്തില്ല. കാരണം നമ്മൾ എത്ര സ്പീഡിൽ വന്നിട്ട് കാര്യമില്ല, ഇവിടെ നമുക്ക് ഏകദേശം 10 മിനിറ്റോളം വെറുതെ പോവുകയാണ്. ആ കട്ടറിലിട്ട് അടിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടി നീങ്ങണില്ല. അത്രയ്ക്ക് നമ്മൾ ഇത്രയൊന്നും പറഞ്ഞാൽ വെട്ടിച്ചും പിടിച്ചും പേഷ്യൻ്റ് അകത്തല്ലേ കിടക്കുന്നവർ. മെയിനായിട്ട് മിക്ക പേഷ്യൻറ്റുകളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാതെ ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഷുറൻസ് കാർഡ് എടുക്കും. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിൽ അത്ര മേൽ കട്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം കട്ടറാണ്. ദയവ് ചെയ്ത് നിങ്ങളിത് ഷെയർ ചെയ്യണം, ഈ വീഡിയോ ഷെയർ ചെയ്ത് ഒന്നീ ഗോകുലത്തിൻ്റെ അധികാരികൾ ആ റോഡ് ശരിയാക്കണം, അതല്ലെങ്കിൽ ഗവൺമെൻറ് ആ റോഡ് ശരിയാക്കണം, അതല്ലെങ്കിൽ പഞ്ചായത്ത് ആ റോഡ് ശരിയാക്കണം. സത്യം പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് പോകാൻ പറ്റില്ല. ഒരു ആംബുലൻസ് ഡ്രൈവർ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എൻ്റെ മാത്രമല്ല, ഓൾമോസ്റ്റ് മിക്ക ആംബുലൻസ് ഡ്രൈവർമാരടുത്ത് ചോദിച്ചാൽ ഇത് തന്നെയാണ് പറയുന്നത്. കാരണം അങ്ങോട്ട് പേഷ്യൻറ്റിനെ കൊണ്ടുപോകുമ്പോഴേ നമ്മുടെ വണ്ടി തൊലയണതിന് അപ്പുറമായിട്ട് ആ പേഷ്യൻറ്റ്, നമ്മുടെ ബെഡിൽ കിടക്കുന്ന പേഷ്യൻറ്റ് പൊങ്ങിച്ചാടിയാണ് കളിക്കണം. നമ്മൾ എത്ര കെയർ ചെയ്തുകൊണ്ടുപോയാലും അവരവിടെ എത്തിക്കണ്ടേ, അവർ രക്ഷപ്പെടണ്ടേ. സത്യം അത്രയ്ക്ക് വിഷമം കൊണ്ട് പറയണതാണ്. രക്ഷപ്പെടണമെങ്കിൽ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടട്ടെ പ്ലീസ്.